വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക്, ഒരു കറണ്ട് അഫേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എപ്പോഴും ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ടായിരിക്കും, അല്ലെ? കറണ്ട് അഫേഴ്സിന്റെ ഹോട്ട് ടോപ്പിക് ആയിട്ടായിരിക്കും. ഇതും നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും, മന്ത്രിമാരും വകുപ്പുകളും എന്ന് പറയുന്ന ഹോട്ട് ടോപ്പിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചു വെച്ച മന്ത്രിമാരും വകുപ്പുകളെയൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് 16ാം കേരള നിയമസഭ വന്നിരിക്കുകയാണ്. മന്ത്രിമാര് വന്നിരിക്കുകയാണ്, ആ മന്ത്രിമാർക്ക് വകുപ്പുകളും ഇപ്പോൾ കൈവന്നിരിക്കുകയാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയുള്ള എക്സാമുകളിലൊക്കെ തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് മന്ത്രിമാരും വകുപ്പുകളും എന്ന് പറയുന്നത്. ഇതുവരെ നിങ്ങൾ മന്ത്രിമാരും വകുപ്പുകളൊക്കെ ആരുടെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം മാറ്റി പഠിക്കേണ്ട സമയമാണ്. വലിയൊരു കടമ്പയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മന്ത്രിമാരെ പഠിക്കണം, അവരുടെ മണ്ഡലം പഠിക്കണം, അതുപോലെ തന്നെ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് പഠിക്കണം. വളരെയധികം പ്രയാസപ്പെട്ടൊരു പണിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇവിടെ നമ്മൾ കോഡ് വെച്ച് സെറ്റാക്കി പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വരാതെ നല്ല നല്ല കോഡുകളിലൂടെ വകുപ്പുകൾ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, അവരുടെ മണ്ഡലം കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ 16ാം കേരള നിയമസഭയിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും അവരുടെ മണ്ഡലങ്ങളും നമ്മൾ കോഡ് വെച്ച് സെറ്റാക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ കൂടി തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരണം, പഠിക്കണം. അങ്ങനെ നമുക്ക് ഇനിയുള്ള എക്സാമിന് ഏത് ചോദ്യം ഈ ഭാഗത്തു നിന്ന് വന്നാലും നമുക്ക് ആൻസർ എഴുതാൻ കഴിയണം. അപ്പൊ നമുക്ക് പോകാം. ഇനി ഇവരായിരിക്കും അല്ലെ നയിക്കാൻ പോകുന്നത്. ഇവരാണ് നയിക്കുന്നത്. മന്ത്രിമാരും ഏതൊക്കെ വകുപ്പുകളുമാണ്, ആരൊക്കെയാണ് നയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആരിലേക്ക് വരാം? നമ്മുടെ മുഖ്യനിലേക്ക് വരാം. സോ മുഖ്യമന്ത്രിയിലേക്കാണ് ആദ്യം തന്നെ നമ്മൾ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഏതാണ് മണ്ഡലം എന്ന് പറയുന്നത്? പറവൂരാണ് അല്ലെ? എറണാകുളം ജില്ലയിൽ നിന്നുള്ള മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. നമുക്കറിയാം മുഖ്യമന്ത്രിയാകുന്ന എത്രാമത്തെ വ്യക്തി? മുഖ്യമന്ത്രിയാകുന്ന കേരളത്തിന്റെ 24ാമത്തെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയുമാണ് ആരെന്ന് പറയുന്നത്? വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? പൊതുഭരണം, ആസൂത്രണം, തുറമുഖം, നിയമം, ധനകാര്യം എന്നിവയാണ് വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുന്നത്. മണ്ഡലം ഏതാണ്? പറവൂരാണ് മണ്ഡലം എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ഇത്രയുള്ളടാ. മുഖ്യമന്ത്രി ആയിരിക്കും പൊതുവായിട്ട് ഭരണം നടത്തുന്നത്. എപ്പോഴും മുഖ്യനായിരിക്കും എങ്ങനെ പൊതുവായിട്ട് ഭരണം നടത്തുന്നത്. ഭരണം ആരുടെ കയ്യിലാണ്? മുഖ്യന്റെ കയ്യിലാണ്. എല്ലാ മന്ത്രിമാരെയൊക്കെ കൂട്ടി എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുന്നതുമാരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പൊ ആസൂത്രണവും ആരുടെ കയ്യിലാണ്? മുഖ്യന്റെ കയ്യിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 16ാം കേരള മന്ത്രിസഭ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ തുറന്ന മുഖം ആരുടെയാണ്? ഒരേ ഒരു മുഖമായിരിക്കും, ഒരു തുറന്ന മുഖമാണ് വരുന്നത്. അത് വി.ഡി. സതീശന്റെയാണ്. തുറമുഖം വി.ഡി. സതീശന്റെ കയ്യിലാണ്. ബീഡി വലിക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബീഡിക്കെതിരാണ്. നിയമം ആരുടെ കയ്യിലാണ്? അതും വി.ഡി. സതീശന്റെ കയ്യിലാണ്. ഇനി ധനകാര്യമാരാണ്? മുഖ്യമന്ത്രിയുടെ കീശയിലാണ് അല്ലെ? ധനമുള്ളത് ആരുടെയാണ്? മുഖ്യമന്ത്രി സതീശന്റെ കീശയിലാണ് ധനമുള്ളത്. ആ ധനം എങ്ങനെ വിനിയോഗിക്കണമെന്ന് സതീശന് നന്നായിട്ട് അറിയാം. നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ എങ്ങനെ അറിയാം കീശയിലുള്ള ധനം എങ്ങനെ വിനിയോഗിക്കണമെന്ന്? അപ്പൊ ധനകാര്യമാരുടെ കയ്യിലാണ്? സതീശന്റെ കയ്യിലാണ്. വി.ഡി. സതീശന്റെ കയ്യിലാണ്. ഇനി എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും മന്ത്രിമാരോട് പറയുന്നതൊക്കെ ആരാണ്? അത് നമ്മുടെ വി.ഡി. സതീശനാണ്. മണ്ഡലം പറവൂര്. പറയുന്നത് പറവൂര്. മണ്ഡലവും കിട്ടിയില്ലേ? അപ്പൊ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പറവൂരാണ് മണ്ഡലം എന്ന് പറയുന്നത്. പൊതുഭരണം, ആസൂത്രണം, തുറമുഖം, നിയമം, ധനകാര്യം എന്നിവ ആരുടെ കയ്യിലാണ്? വി.ഡി. സതീശന്റെ കയ്യിലാണ്. ഓർത്തു വെച്ചേക്കാം, നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിന്റെ 24ാമത്തെ മുഖ്യമന്ത്രിയാകുന്ന 13ാമത്തെ വ്യക്തിയുമാണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് സതീഷ് വന്ന രീതിക്ക് ഇനി ആര് വരണം? രമേശ് വരണം അല്ലെ? സതീഷ് വന്ന സ്ഥിതിക്ക് ഇനി രമേശ് വരണം. നമ്മുടെ തലയിലേക്ക് പോവാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നമുക്ക് ചെന്നിത്തലയെ അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാം. ചെന്നിത്തലയാണ് എത്തിയിരിക്കുന്നത്. ചെന്നിത്തലയുടെ മണ്ഡലം ഹരിപ്പാടാണ്. ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ എന്നിവയാണ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ എന്നിവയാണ്. സിമ്പിൾ ആണ്. നല്ല തലയുള്ളവർക്ക്, ചെന്നിത്തല തലയുള്ളവർക്ക്
ഒരു പാടും ഇല്ലാതെ ആഭ്യന്തര കാര്യങ്ങൾ വിജിലന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൽ അവർ ജയിക്കുകയും ചെയ്യും, അതിലവരെങ്ങനെയും ചെയ്യും, അതിലവർ ജയിക്കുകയും ചെയ്യും. അപ്പൊ രമേശ് ചെന്നിത്തല ഹരിപ്പാടാണ് മണ്ഡലം എന്ന് പറയുന്നത് ആഭ്യന്തരം വിജിലൻസ് ജയിലാണ്. നല്ല തലയുള്ളവർക്ക് ഒരു പാടും ഇല്ലാതെ ആഭ്യന്തര കാര്യങ്ങൾ വിജിലന്റ് ആയിട്ട് ചെയ്യാം, അതിലവരെന്താണ് ജയിക്കുകയും ചെയ്യും. ജയിലും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ചെന്നിത്തല. അല്ലെങ്കിൽ ജയിലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കണക്ട് ചെയ്യാം. ജയിൽ പുള്ളികൾ എന്നൊക്കെ പറയും ഭയങ്കര തലവേദനയുള്ള കേസാണ് അല്ലെ. അപ്പൊ ഭയങ്കര തലവേദനയുള്ള ജയിൽ വകുപ്പ് ആരുടെ തലയിലാണ്? ചെന്നിത്തലയുടെ തലയിലാണെന്ന് ഓർത്താൽ മതി. ഓക്കെ ആണ്, റെഡിയാണ്. അടുത്തതിലേക്ക് പോകാൻ നമുക്ക് കെ മുരളീധരനിലേക്കാണ് വരുന്നത്. കെ മുരളീധരൻ ഏതാണ് മണ്ഡലം? വട്ടിയൂർക്കാവാണ്. കെ മുരളീധരൻ വട്ടിയൂർക്കാവാണ്. ഇനി ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്? ആരോഗ്യവും ദേവസ്വവുമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ മുരളിയെ നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്യാം? നമ്മുടെ ഉരളി ഇല്ലേടാ, ഉരളിയുമായിട്ട് കണക്ട് ചെയ്യാം അല്ലെ. കെ മുരളീധരൻ വട്ടിയൂർക്കാവ്. മുരളിയെ നമ്മൾ എന്താക്കി? ഉരളിയാക്കി. ഈ അമ്പലങ്ങളിലാണ് അല്ലെ നമ്മൾ ഉരളി കമത്തി പ്രാർത്ഥിക്കുന്നത്. എവിടെയാണ്? അമ്പലങ്ങളിലാണ്. അപ്പൊ ഈ ഉരളി കമത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല ആരോഗ്യം വേണം. അപ്പൊ ആരോഗ്യം ദേവസ്വം ആരാണ്? കെ മുരളീധരനാണ് ആരോഗ്യം ദേവസ്വം. അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്? വട്ടിയൂർക്കാവ്. പ്രത്യേകിച്ച് ഈ കാവുകളിലൊക്കെയാണ്. അതാ നമ്മുടെ ഉരളി ഇരിക്കുന്നത് എവിടെയാണ്? ഒരു കാവിലാണ് അല്ലെ. പ്രത്യേകിച്ച് കാവുകളിലൊക്കെയാണ് നമ്മൾ ഉരളി കമത്തുന്നതെന്ന് ഓർത്താൽ മതി. കെ മുരളീധരൻ മണ്ഡലം വട്ടിയൂർക്കാവാണ്. ആരോഗ്യം ദേവസ്വമാണ് നമ്മുടെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. കെ മുരളീധരനും സെറ്റായ സ്ഥിതിക്ക് അടുത്തത് നമുക്ക് ആരിലേക്ക് പോകാം? എ പി അനിൽകുമാറിലേക്ക് വരാം അല്ലെ. എ പി അനിൽകുമാറിന്റെ മണ്ഡലം ഏതാണ്? വണ്ടൂരാണ് മണ്ഡലം എന്ന് പറയുന്നത്. എ പി അനിൽകുമാറിന്റെ മണ്ഡലം വണ്ടൂരാണ്. എ പി അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? റവന്യൂ, ഭൂപരിഷ്കരണം. ഏതൊക്കെ വകുപ്പുകളാണ്? റവന്യൂവും ഭൂപരിഷ്കരണവുമാണ് എ പി അനിൽകുമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്. മണ്ഡലം ഏതാണ്? വണ്ടൂരാണ്. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? എടാ റവന്യൂടെ ന്യൂ എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടു. ഈ റവന്യൂടെ ന്യൂ എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടാൽ ന്യൂ റവ എന്നാവത്തില്ലേ? എന്താവും? ന്യൂ റവ എന്നാവും. ന്യൂ റവ ഭൂമിയിലേക്ക് ഇറക്കണമെങ്കിൽ നിന്നെ ഇറക്കാൻ പറ്റുള്ളൂ. നിന്നെ നമുക്ക് ന്യൂ റവ ഭൂമിയിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. ന്യൂ റവ വന്നു കഴിഞ്ഞാൽ, റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന റവ. ഓക്കെ, ഇത് എങ്ങനെയാ വരുന്നത്? വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ വണ്ടൂര് കണക്ട് ചെയ്യാം. ഇതിന് രണ്ട് കോഡ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കോഡ് ഇതാണ്, ന്യൂ റവ, അതായത് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന റവ ഭൂമിയിലേക്ക് ഇറക്കി വെക്കണമെങ്കിൽ നമ്മൾ നിന്നാണ് ഇറക്കുന്നത്. നിന്ന് ന്യൂ റവ ഭൂപരിഷ്കരണം. എന്തിലാ കൊണ്ടുവരുന്നത്? നമ്മുടെ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത്. വണ്ടൂർ മണ്ഡലവും കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. നമ്മൾ ഭൂമിയൊക്കെ പകുത്ത് ഭാഗം വെച്ചു. ഈ ഭാഗം വെച്ച സമയത്ത് അനിയന് നമ്മൾ കൂടുതൽ റവന്യൂ കൊടുത്ത് നമുക്ക് എന്തേ കിട്ടിയുള്ളൂ? ഒരു വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ എ പി അനിൽകുമാർ വണ്ടൂരാണ് മണ്ഡലം എന്ന് പറയുന്നത്. റവന്യൂ, ഭൂപരിഷ്കരണമാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്തത് ടി സിദ്ദിഖിലേക്കാണ് വരുന്നത്. ടി സിദ്ദിഖ് ഏതാണ്? കൽപ്പറ്റയാണ് മണ്ഡലം എന്ന് പറയുന്നത്. ടി സിദ്ദിഖിന്റെ മണ്ഡലം ഏതാണ്? കൽപ്പറ്റയാണ്. ഏതാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത്? കൃഷിയാണ് കൈകാര്യം ചെയ്യുന്നത്. ടി സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്നത് കൃഷി ആയതുകൊണ്ട് തന്നെ കൃഷിയിൽ നല്ല സിദ്ധിയുള്ള ആളല്ലേ സിദ്ദിഖ്? അതെ, കൃഷിയിൽ നല്ല സിദ്ധിയുള്ള ആളാണ് സിദ്ദിഖ് എന്ന് പറയുന്നത്. പുള്ളി എങ്ങനെയാ കൃഷി ചെയ്യുന്നത്? കണ്ടോ, കയ്യിൽ ഒരു കലപ്പയൊക്കെ ഇരിപ്പുണ്ട്. കലപ്പ കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. കൽപ്പറ്റ കണക്ട് ചെയ്ത് വെക്കാലോ. ടി സിദ്ദിഖ് കൽപ്പറ്റയാണ് മണ്ഡലം എന്ന് പറയുന്നത്. കൃഷിയാണ് മേഖല എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കൃഷിയിൽ നല്ല സിദ്ധിയുള്ള ആളാണ് ടി സിദ്ദിഖ് എന്ന് പറയുന്നത്. പുള്ളി കൃഷി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കലപ്പ കൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. കൽപ്പറ്റ കണക്ട് ചെയ്യാം. മണ്ഡലം കൽപ്പറ്റയാണ്. അടുത്തതിലേക്ക് വരാം. നമുക്ക് സണ്ണി ജോസഫിലേക്കാണ് വരുന്നത്. സണ്ണി ജോസഫിന്റെ മണ്ഡലം പേരാവൂർ ആണ് മണ്ഡലം എന്ന് പറയുന്നത്. സണ്ണി ജോസഫിന്റെ മണ്ഡലം ഏതാണ്? പേരാവൂർ ആണ് സണ്ണി ജോസഫിന്റെ മണ്ഡലം. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യമാണ്. എടാ ഇത്രയേ ഉള്ളൂ. സണ്ണി ആയിട്ട് കണക്ട് ചെയ്യണം അല്ലെ. സണ്ണി ആയിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ സണ്ണിനെ സണ്ണി ആയിട്ട് കണക്ട് ചെയ്തു. ജോസഫ് അവസാനം ഒരു ഓഫ് വരുന്നില്ലേ? അപ്പൊ സൺ ഓഫ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? സണ്ണി ജോസഫ്. സൺ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് വൈദ്യുതി കിട്ടുമോ? ഇല്ല. സോളാർ വഴിയൊന്നും നമുക്ക് വൈദ്യുതി
കിട്ടത്തില്ല. അതാ ഇതുപോലെയുള്ള ഇരുട്ടായിരിക്കും അല്ലെ വൈദ്യുതി ഇല്ലെങ്കിൽ. പരിസ്ഥിതിയെ കാണാൻ പറ്റുമോ? ഇരുട്ടത്ത് എങ്ങനെ പരിസ്ഥിതിയെ കാണാൻ വേണ്ടിയിട്ടാണ്? പരിസ്ഥിതിയെ കാണാൻ പറ്റൂല. ഇനി പാർലമെന്ററി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? പാർലമെന്ററി മന്ത്രിമാർക്ക് പോലും പോകാൻ പറ്റത്തില്ല. പാർലമെന്റിലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പേരിന് പോലും ഒരു രാവ് ഉണ്ടാവത്തില്ല. മണ്ഡലം ഏതാണ്? പേരാവൂറാണ് മണ്ഡലം. അപ്പൊ സണ്ണി ജോസഫ് സൺ ഓഫ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? വൈദ്യുതി ഉണ്ടാവത്തില്ല, പരിസ്ഥിതിയെ കാണാൻ പറ്റത്തില്ല, പാർലമെന്റിലെ കാര്യങ്ങൾ നടക്കത്തില്ല, പേരിന് പോലും ഒരു രാവ് ഉണ്ടാവത്തില്ല. മണ്ഡലം പേരാവൂറാണ്. വൈദ്യുതി, പരിസ്ഥിതി, പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ആര് കൈകാര്യം ചെയ്യുന്നത്? സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ ആണ്, ക്ലിയർ ആണെങ്കിൽ അടുത്തതിലേക്ക് വന്നു. PC വിഷ്ണുനാഥിലേക്കാണ് വരുന്നത്. കുണ്ടറയാണ് മണ്ഡലം എന്ന് പറയുന്നത്. ആരാണ്? PC വിഷ്ണുനാഥിന്റെ മണ്ഡലം എന്ന് പറയുന്നത് എന്താണ്? കുണ്ടറയാണ് മണ്ഡലം. സാംസ്കാരികം, വിനോദസഞ്ചാരം, സിനിമ എന്നിവയാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്. എന്താണ്? PC വിഷ്ണുനാഥ് കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. സാംസ്കാരികം, വിനോദസഞ്ചാരം, സിനിമ. വിഷ്ണുവിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? വിഷുവായിട്ട് എടുക്കുന്നു. വിഷ്ണുവിനെ എന്തായിട്ട് എടുക്കുന്നു? വിഷുവായിട്ട് എടുക്കുന്നു. വിഷു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ? അതെ, സംസ്കാരത്തിന്റെ ഭാഗമാണ്. വിഷുവിന് വിനോദത്തിന് കുട്ടികൾ പടക്കം പൊട്ടിക്കില്ലേ? പൊട്ടിക്കും. ദാ നോക്കിക്കേ, കുട്ടികൾ പടക്കം പൊട്ടിക്കുന്നു. വിനോദസഞ്ചാരം. ഇനി വിഷുവിന് നല്ല നല്ല സിനിമകൾ TV-യിൽ വരുമല്ലേ? സിനിമ എന്താണ്? സിനിമയും കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. സാംസ്കാരികം, വിനോദസഞ്ചാരം, സിനിമ ആര് കൈകാര്യം ചെയ്യുന്നു? PC വിഷ്ണുനാഥ് കൈകാര്യം ചെയ്യുന്നു. മണ്ഡലം കുണ്ടറയാണ്. അപ്പൊ നമ്മുടെ ഈ അടുത്ത് വൈറലായ ഒരു സംഭവം ഉണ്ട്. റോബിൻ കുണ്ടറ മണ്ഡലത്തിൽ നിന്ന് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ മോദിജിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വിഷുവിനെങ്കിലും മോദിജി വന്നാൽ മതിയായിരുന്നു. എന്തായാലും കുണ്ടറയിലെ റോബിൻ വിജയിച്ചില്ലെങ്കിലും വിഷ്ണു വന്നു എന്നോർത്താൽ മതി കേട്ടോ. വിഷ്ണു വന്നു എന്നോർത്താൽ മതി. അടുത്ത വിഷുവിനെങ്കിലും മോദിജി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുണ്ടറയാണ് മണ്ഡലം എന്ന് പറയുന്നത്. വിഷ്ണു വന്നു കുണ്ടറയിൽ കേട്ടോ. അടുത്തതിലേക്ക് നമുക്ക് വരാം. ബിന്ദു കൃഷ്ണ കൊല്ലമാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത്. വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസനം, തൊഴിൽ എന്നിവയാണ് കൈകാര്യം ചെയ്യുന്നത്. ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്നത് ഏതൊക്കെയാണ്? വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസനം, തൊഴിൽ. കൊല്ലമാണ് മണ്ഡലം. എടാ, ഈ അമ്മയും കുഞ്ഞും തമ്മിൽ നല്ല ബന്ധമാണ് അല്ലെ? അമ്മ എന്ന് പറയുന്നത് ഒരു വനിതയാണ്, കുഞ്ഞ് എന്ന് പറയുന്നത് ഒരു ശിശുവാണ്. അപ്പൊ വനിതയും ശിശുവും തമ്മിൽ നല്ല ബന്ധത്തിലല്ലേ? ബന്ധം ബിന്ദു കണക്ട് ചെയ്യാലോ. ബന്ധം ബിന്ദു കണക്ട് ചെയ്തു. ബിന്ദു കൃഷ്ണ, വനിതാ ശിശുക്ഷേമം. ഇങ്ങനെ നല്ല ബന്ധത്തിലുള്ള വനിതയും ശിശുവും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നല്ല ബന്ധത്തിലുള്ള അമ്മ കുഞ്ഞിന് എന്ത് കൊടുക്കും? പാല് കൊടുക്കും. ക്ഷീരവികസനം, പാല്, ക്ഷീരവികസനം. അപ്പൊ കുഞ്ഞിനു വേണ്ടി അമ്മ തൊഴിൽ ചെയ്യത്തില്ലേ? ചെയ്യും, തൊഴിൽ ചെയ്യും. ആ അമ്മ കൊള്ളാവോ? കൊള്ളാം എന്നോർത്താ മതി. അപ്പൊ അമ്മയും കുഞ്ഞും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ബന്ധം ബിന്ദു കണക്ട് ചെയ്യാം. ബിന്ദു കൃഷ്ണ. വനിതാ ശിശുക്ഷേമം, ഈ ബന്ധത്തിലുള്ള വനിത കുഞ്ഞിന് വേണ്ടി എന്ത് കൊടുക്കും? പാല് കൊടുക്കും. അതുപോലെ തന്നെ ബന്ധത്തിലുള്ള കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മ പണിയെടുക്കും. ആ ഒരു ബന്ധത്തിലുള്ള വനിത കൊള്ളാവോ? കൊള്ളാം, കൊല്ലമാണ് എന്നോർത്ത് വെച്ചേക്കാം. ബിന്ദു കൃഷ്ണ, വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസനം, തൊഴിൽ. കൊല്ലമാണ് മണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ ആണ്. അടുത്തത് KA തുളസിയിലേക്കാണ് വരുന്നത്. ആരാണ്? KA തുളസിയിലേക്ക് വരികയാണ്. KA തുളസി കോങ്ങാടാണ് മണ്ഡലം എന്ന് പറയുന്നത്. എവിടെയാണ്? കോങ്ങാടാണ് മണ്ഡലം. KA തുളസിയുടെ മണ്ഡലം. തുളസി കൈകാര്യം ചെയ്യുന്നത് പിന്നോക്കക്ഷേമമാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നുകൊണ്ട് തുളയിടാൻ നമുക്ക് നല്ല ക്ഷമ വേണം അല്ലെ? അപ്പൊ ഒരു പിന്നുകൊണ്ടാണ് നമ്മളൊരു തുളയൊക്കെ ഇടുന്നതെങ്കിൽ കുഞ്ഞുതല്ലേ പിന്നെന്ന് പറയുന്നത് കുത്തി ഇരുന്ന് നല്ല ക്ഷമയെടുത്ത് വേണം തുളയിടാൻ വേണ്ടി. അപ്പൊ പിന്നോക്കക്ഷേമം തുളസിയാണ് എന്ന് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കറിയാം പട്ടികജാതി പട്ടികവർഗ ക്ഷേമമാണ് അല്ലെ? നമ്മുടെ വീട്ടിലൊക്കെ പട്ടിക അടിക്കും അല്ലെ? പട്ടിക അടിക്കുന്നതിന് എന്താണ്? നമ്മൾ ആണിയിട്ട് പട്ടിക അടിക്കണമെങ്കിൽ ഒരു തുള ഇട്ടാലല്ലേ ആണി അടിച്ച് പട്ടിക അടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം KA തുളസിയാണെന്ന് കണക്ട് ചെയ്തുകൂടി. അതിൻ്റെ അകത്ത് നിന്ന് തുളസിയാണ്. കോങ്ങാടാണ് മണ്ഡലം എന്ന് പറയുന്നത്. മണ്ഡലം എവിടെയാണ്? കോങ്ങാടാണ്. ഓക്കെ ആണല്ലോ. അടുത്തതിലേക്ക് നമ്മൾ വന്നു. OJ ജനീഷിലേക്കാണ് നമ്മൾ വരുന്നത്. അടുത്ത ആരാണ്? OJ ജനീഷ് ആണ്. കൊടുങ്ങല്ലൂരാണ് മണ്ഡലം. ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്? യുവജനക്ഷേമം, മ്യൂസിയം, കായികം, രജിസ്ട്രേഷൻ എന്നിവയാണ് OJ ജനീഷ് കൈകാര്യം ചെയ്യുന്നത്. കൊടുങ്ങല്ലൂരാണ് കേട്ടോ മണ്ഡലം. അപ്പോൾ യുവജനങ്ങൾ, നല്ല ഓജസ് ഉള്ള ജനങ്ങളാണ് യുവജനങ്ങൾ എന്ന് കണക്ട് ചെയ്യുക. നല്ല ഓജസ് ഉള്ള ജനങ്ങളാണ് ആരെന്ന് പറയുന്നത്? യുവജനങ്ങൾ എന്ന് പറയുന്നത്. യുവജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഒന്നെങ്കിൽ വല്ല മ്യൂസിയത്തിലൊക്കെ പോകാനോ അല്ലെങ്കിൽ കായികം ഒക്കെ നടത്താനോ ഒക്കെ ആയിരിക്കും ഓജസ് ഉള്ള യുവജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ മ്യൂസിയം കാണാൻ പോകണം, അല്ലെങ്കിൽ എന്താണ് വല്ല സ്പോർട്സ് മേഖലകളായിരിക്കും, കായിക മേഖലകളായിരിക്കും അവർക്ക് ഇഷ്ടമുള്ളത്. അപ്പം മ്യൂസിയം, കായികം ഇത് രണ്ടുമാണ്
അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മേഖല. ഇനി ഈ മ്യൂസിയത്തിൽ പോയാലും കായികത്തിൽ പോയാലും അവിടെ രജിസ്ട്രേഷൻ ഉണ്ടാവത്തില്ലേ? രജിസ്ട്രേഷൻ ഉണ്ടാകും. അപ്പൊ രജിസ്ട്രേഷനും കൈകാര്യം ചെയ്യുന്ന മേഖലയാണ്. ഈ രജിസ്ട്രേഷനും ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പേരും വിലാസവും ഒക്കെ നമ്മൾ കൊടുക്കണം അല്ലെ? പേരും വിലാസവും കൊടുക്കണം. കൊടുങ്ങല്ലൂരും നമുക്ക് കണക്ട് ചെയ്യാം. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മുടെ പേരും വിലാസവും വീട്ടുപേരും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ അവർ തട്ടിപ്പറിച്ചെടുക്കോ? ഇല്ല, നമ്മൾ കൊടുക്കണം അല്ലെ? അപ്പൊ കൊടുങ്ങല്ലൂര് കണക്ട് ചെയ്യാലോ. OJ ജനീഷ് കൊടുങ്ങല്ലൂരാണ് മണ്ഡലം. ഓജസ്സുള്ള അവരാണ് ആരെന്ന് പറയുന്നത്? യുവജനങ്ങൾ എന്ന് പറയുന്നത് യുവജനക്ഷേമം. അവർക്ക് ഏറ്റവും ഇഷ്ടം മ്യൂസിയത്തിൽ പോകാനും കായികത്തിൽ ഏർപ്പെടാനുമാണ്. അപ്പൊ മ്യൂസിയം, കായികം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. ഇനി ഈ രണ്ടിടത്ത് പോയാലും അവിടെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. ഇനി രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ പേരും വിലാസവും ഒക്കെ കൊടുക്കണം. കൊടുങ്ങല്ലൂരാണ് മണ്ഡലം. ക്ലിയർ ആണ്. അടുത്തതിലേക്ക് വരാൻ നമുക്ക് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറമാണ്. അടുത്ത ആരാണ്? ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച വ്യക്തിയാണ് അല്ലെ PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലം മലപ്പുറമാണ്. IT-യും വ്യവസായവും വാണിജ്യവുമാണ് PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത്. ഏതാണ് കൈകാര്യം ചെയ്യുന്നത്? IT, വ്യവസായം, വാണിജ്യം. ഇത്രയല്ല. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാണ്? IT മേഖലയല്ലേ? കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല IT മേഖലയാണ്. അവിടെ വ്യവസായവും വാണിജ്യവും ചെയ്യാനാണ് അവർക്കിഷ്ടം. അങ്ങനെ വ്യവസായവും വാണിജ്യവും ചെയ്തിട്ട് അവർക്ക് എങ്ങോട്ട് പോകണം? പുറത്തോട്ട് പോകണം. മലപ്പുറം കണക്ട് ചെയ്യാം. ഇവിടെ നല്ല ജോലി സാധ്യതകൾ ഉണ്ടെങ്കിൽ അവന്മാർ പുറത്തോട്ട് പോകത്തില്ല, ഇവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് ജോലി കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും എന്താണ് PSC വഴി ഒരുപാട് നിയമനങ്ങളൊക്കെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറമാണ്. IT, വ്യവസായം, വാണിജ്യമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം IT മേഖലയാണ്. അതിൻ്റെ അകത്ത് വാണിജ്യവും വ്യവസായവും ചെയ്യാനാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ അവരെന്താണ് അതിൻ്റെ അകത്ത് വ്യവസായവും വാണിജ്യവും ചെയ്ത് അവർക്ക് എങ്ങോട്ട് പോകണം? പുറത്തോട്ട് പോകണം. മലപ്പുറമാണ് മണ്ഡലം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? PK കുഞ്ഞാലിക്കുട്ടി. അടുത്തത് KM ഷാജിയിലേക്കാണ് നമ്മൾ വരുന്നത്. അടുത്ത ആരിലേക്കാണ്? KM ഷാജിയിലേക്കാണ് വരുന്നത്. വേങ്ങരയാണ് മണ്ഡലം എന്ന് പറയുന്നത്. ഏതാണ് മണ്ഡലം? വേങ്ങരയാണ് ഷാജിയുടെ മണ്ഡലം എന്ന് പറയുന്നത്. ഗ്രാമവികസനം, നഗരാസൂത്രണം, തദ്ദേശ സ്വയംഭരണം എന്നിവയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മേഖല. അപ്പൊ KM ഷാജി വേങ്ങരയാണ് മണ്ഡലം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ? ഗ്രാമവികസനം, നഗരാസൂത്രണം, തദ്ദേശ സ്വയംഭരണം. ഷാജി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരൊറ്റ ആളേ ഉള്ളൂ, നമ്മുടെ ഷാജി പാപ്പൻ അല്ലെ? ഷാജി പാപ്പൻ മാത്രമേ ഉള്ളൂ. ഷാജിയേട്ടൻ അല്ലെ? ഷാജിയേട്ടൻ ഒരു ഗ്രാമത്തിലെ ആളല്ലേ? ഷാജിയേട്ടൻ അതെ, ഷാജി പാപ്പൻ ഒരു ഗ്രാമത്തിലെ ആളാണ്. ഗ്രാമവികസനം. പക്ഷെ ഷാജി പാപ്പനെതിരെ ആസൂത്രണങ്ങൾ നടത്തുന്നത് നഗരത്തിലുള്ള ആളുകളാണ് അല്ലെ? അങ്ങ് നഗരത്തിൽ പുറത്തുനിന്നൊക്കെ വന്നാണ് ഷാജിയേട്ടനെതിരെ നമ്മൾ എന്താണ് ഇടിയൊക്കെ വെക്കാൻ വേണ്ടി ഷാജിയേട്ടൻ പുറത്തുനിന്നാണ്, നഗരത്തിൽ നിന്നാണ് ആളുകൾ വരുന്നത്. ആസൂത്രണമൊക്കെ നടക്കുന്നത് നഗരത്തിലുള്ള ആളുകളാണ് ഷാജിയേട്ടനെതിരെ. ഇനി ചെറിയൊരു ഗ്യാങ്ങിനെ ഭരിച്ചു കൊണ്ടുപോകുന്ന ആളാണ് അല്ലെ? തദ്ദേശ സ്വയംഭരണം. തദ്ദേശത്തുള്ള ചെറിയൊരു ഗ്യാങ്ങിന്റെ തലവനാണ് നമ്മുടെ ഷാജിയേട്ടൻ എന്ന് പറയുന്നത്. അവരെ ഭരിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ഷാജിയേട്ടൻ. തദ്ദേശ സ്വയംഭരണം. ഇനി എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? എന്നെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് കരകയറുമെന്ന പ്രതീക്ഷയിലാണ് ഷാജിയേട്ടൻ നടക്കുന്നത്. അപ്പൊ വേങ്ങരയാണ് മണ്ഡലം. ഷാജിയേട്ടൻ ഏതെങ്കിലും ഒരു കാലത്ത് കരകയറുമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ വേങ്ങരയാണ് മണ്ഡലം എന്ന് കണക്ട് ചെയ്യാം. KM ഷാജി വേങ്ങരയാണ് മണ്ഡലം. ഗ്രാമവികസനം, നഗരാസൂത്രണം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മൂന്നും ഓർത്തു വെച്ചേക്കാം. അടുത്തതിലേക്ക് നമുക്ക് വരാം. മോൻസ് ജോസഫ് ആണ്. അടുത്തതിലേക്ക് നമ്മൾ വന്നു. കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്ന് മോൻസ് ജോസഫിലേക്കാണ് വരുന്നത്. മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതൊക്കെയാണ്? ജലവിഭവ വകുപ്പ്, ജലസേചനം, ശുചിത്വം എന്നിവയാണ് മോൻസ് ജോസഫ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. മോന് കളിക്കാൻ ഇഷ്ടം തുരുത്തിലെ ജലത്തിൽ കളിക്കാനാണ്. മോന് തുരുത്തിലെ ജലത്തിൽ കളിക്കാനാണ് ഇഷ്ടം. പക്ഷെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ കടുംപിടുത്തക്കാരാണ് അല്ലെ? പക്ഷെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്താണ്? കടുംപിടുത്തക്കാരാണ്. മോൻസ് തുരുത്തിലെ ജലം, തുരുത്തിലെ ജലത്തിൽ, കടുത്തുരുത്തി, തുരുത്തിലെ ജലത്തിൽ കളിക്കാനാണ് ആർക്കിഷ്ടം? മോനിഷ്ടം. അപ്പൊ ജലവിഭവ വകുപ്പ്, ജലസേചനം. പക്ഷെ എങ്കിലും ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ കടുംപിടുത്തക്കാരാണ്. വീണ്ടും കടുത്തുരുത്തിയിലേക്ക് നമുക്ക് വരാം. ശുചിത്വം, കടുത്തുരുത്തി. ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ കടുംപിടുത്തക്കാരാണ്. അപ്പൊ ഏതൊക്കെയാണ്? ജലവിഭവ വകുപ്പ്, ജലസേചനം, ശുചിത്വമാണ് മോൻസ് ജോസഫ് കൈകാര്യം ചെയ്യുന്നത്. മോന് കളിക്കാൻ ഇഷ്ടം തുരുത്തിലെ ജലത്തിലാണ്. ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ കടുംപിടുത്തക്കാരാണ്. അപ്പൊ കടുത്തുരുത്തിയാണ് മണ്ഡലം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കാം. അടുത്തതിലേക്ക് നമ്മൾ വന്നു. VE അബ്ദുൽ ഗഫൂർ കാ ദോസ്ത്. ഈ പേര് കേൾക്കുമ്പോഴേ എല്ലാവരുടെയും മനസ്സിലേക്ക് മാമുക്കോയുടെ ക്യാരക്ടർ തന്നെയാണ് ഓടിയെത്തുന്നതെന്ന് എനിക്കറിയാം. VE
അബ്ദുൽ ഗഫൂറിലേക്കാണ് നമ്മൾ വരുന്നത്. കളമശ്ശേരിയാണ് മണ്ഡലം. ഗഫൂർ കാ ദോസ്ത്, ഗഫൂർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഗഫൂർ കാ ദോസ്ത് എന്തോ അച്ചടിച്ച പോലെയാണ് ആ ഒരു വകുപ്പുകൾ കൊടുത്തിരിക്കുന്നത്. കാരണം മാമുക്കോയ എന്താണ്, ഒരു മത്സ്യത്തൊഴിലാളിയാണ് അല്ലെ. അപ്പൊ ഫിഷറീസ് കണക്ട് ചെയ്യാം. മാമുക്കോയാണ് മോഹൻലാലിനെയൊക്കെ എങ്ങോട്ടേക്ക്, അപ്പുറത്തേക്ക് അക്കരയിലേക്കൊക്കെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ പുള്ളിക്കാരൻ ചെയ്യുന്നത് ഒരു സാമൂഹിക നീതിയാണ്, സാമൂഹ്യപരമായിട്ടുള്ള ഒരു നല്ല പ്രവൃത്തിയാണ്. സാമൂഹിക നീതി കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ. കളമശ്ശേരിയിൽ നിന്ന് ദുഫായിലേക്ക് കൊണ്ടുപോയി അല്ലെ, കളമശ്ശേരിയിൽ നിന്ന് ദുഫായിലേക്ക് ഗഫൂർ കാ കൊണ്ടുപോകും. VA അബ്ദുൽ ഗഫൂർ, അബ്ദുൽ ഗഫൂറിനെ കണക്ട് ചെയ്ത് വെക്കുക. കളമശ്ശേരിയാണ് മണ്ഡലം. ഫിഷറീസ്, സാമൂഹിക നീതി എന്നിവയാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്. ആരെ ഓർത്താ മതി? നമ്മുടെ മാമുക്കോയെ മാത്രം ഓർത്താ മതി. ഗഫൂർ കാ ദോസ് കളമശ്ശേരിയിൽ നിന്ന് ദുഫായിലേക്ക് പോകുന്നു കേട്ടോ, കളമശ്ശേരിയിൽ നിന്ന് ദുഫായിലേക്ക്. അടുത്തത് നമ്മൾ വന്നിരിക്കുകയാണ് റോജി എം ജോൺ അങ്കമാലി, ഉന്നത വിദ്യാഭ്യാസം. അപ്പൊ അങ്കമാലിയിലെ റോജി അമ്മാവൻ ആരാണെന്നാ പറഞ്ഞത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. എങ്ങനെ കണക്ട് ചെയ്യണം? റോജി എം ജോൺ മണ്ഡലം എന്ന് പറയുന്നത് അങ്കമാലിയാണ്, കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഉന്നത വിദ്യാഭ്യാസമാണ്. ഇത്രയുള്ളടാ. അങ്കമാലിയിലെ റോജി അമ്മാവൻ ആരാന്നാ പറഞ്ഞത്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. അങ്കമാലിയിലെ റോജി അമ്മാവൻ ആരാണ്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണം. അടുത്തത് CP ജോണിലേക്കാണ് നമ്മൾ വരുന്നത്. ആരിലേക്കാണ്? CP ജോണിലേക്കാണ് വരുന്നത്. തിരുവനന്തപുരം ഗതാഗതമാണ് കൈകാര്യം ചെയ്യുന്ന മേഖല. അപ്പൊ നല്ല തിരക്കുള്ള ഗതാഗതത്തിലാണെങ്കിൽ നമ്മൾ ഹോൺ അടിക്കണം. ജോൺ ഹോണുമായിട്ട് കണക്ട് ചെയ്യുക, ജോൺ ഹോണുമായിട്ട് കണക്ട് ചെയ്യുക. നല്ല തിരക്കുള്ള റോട്ടില് തിരുവനന്തപുരം ഗതാഗതത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ, ഗതാഗതം ആരാണ് കൈകാര്യം ചെയ്യുന്നത്? CP ജോൺ ആണ്. തിരുവനന്തപുരം ഗതാഗതം. നല്ല തിരക്കുള്ള ഗതാഗതത്തിലാണെങ്കിൽ നമ്മൾ എന്തടിക്കണം? ഹോൺ അടിക്കണം. ജോൺ ഹോണുമായിട്ട് കണക്ട് ചെയ്യുക. CP ജോൺ തിരുവനന്തപുരം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഗതാഗതമാണ്. സെറ്റ് ആണല്ലോ. അടുത്തതിലേക്ക് നമുക്ക് വരാം. N ഷംസുദ്ദീനിലേക്കാണ് നമ്മൾ വരുന്നത്. അടുത്ത ആരിലേക്കാണ്? N ഷംസുദ്ദീനിലേക്കാണ് വരുന്നത്. N ഷംസുദ്ദീൻ എന്താണ്? മണ്ണാർക്കാടാണ് മണ്ഡലം എന്ന് പറയുന്നത്. N ഷംസുദ്ദീന്റെ മണ്ഡലം ഏതാണ്? മണ്ണാർക്കാടാണ്. പൊതുവിദ്യാഭ്യാസം, വഖഫ്, ന്യൂനപക്ഷ ക്ഷേമം എന്നിവയാണ് ഷംസുദ്ദീൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത്. ഷംസുദ്ദീൻ, ദീൻ ദിവസമായിട്ട് കണക്ട് ചെയ്യുക അല്ലെ. ദിവസവും നമ്മൾ പഠിക്കണം. വിദ്യാഭ്യാസ മന്ത്രിയെ മറന്നു പോകരുത്, അത് ഷംസുദ്ദീൻ ആണ്. മസ്റ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. N ഷംസുദ്ദീൻ ആണ്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നുള്ള N ഷംസുദ്ദീൻ ആണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. ദിനവും നമ്മൾ പഠിക്കണം. ഷംസുദ്ദീൻ, ദിനവും നമ്മൾ പഠിക്കണം എന്നോർത്താ മതി. പൊതുവിദ്യാഭ്യാസം, വഖഫ്, ന്യൂനപക്ഷ ക്ഷേമവും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് എന്നോർത്ത് വെച്ചേക്കാം. മണ്ഡലം എവിടെയാണ്? മണ്ണാർക്കാടാണ് കേട്ടോ, മണ്ണാർക്കാടാണ്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ M ലിജുവിലേക്കാണ് നമ്മൾ വരുന്നത്. എക്സൈസ് സഹകരണമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്. കായംകുളമാണ്. M ലിജു കൈകാര്യം ചെയ്യുന്ന മണ്ഡലം ഏതാണ്? വകുപ്പ് ഏതാണ്? എക്സൈസും സഹകരണവുമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത്. കായംകുളമാണ് മണ്ഡലം. എടാ, ലിജുവിനെ നമുക്ക് ബിജുവുമായിട്ട് കണക്ട് ചെയ്യാം. ഏത് ബിജു? ആക്ഷൻ ഹീറോ ബിജുവുമായിട്ട് കണക്ട് ചെയ്യാം. ലിജു ബിജു അല്ലെ. അപ്പൊ നമ്മുടെ ബിജു, ആക്ഷൻ ഹീറോയിലെ ബിജു എന്താണ്? കണ്ട കായലിന്റെയും കുളത്തിന്റെയും ഒക്കെ മാട്ടയിരുന്ന MDMAയും കഞ്ചാവൊക്കെ അടിക്കുന്നവരെ എക്സൈസിന് പിടിച്ചു കൊടുക്കും അല്ലെ. ബിജു എന്ത് ചെയ്യും? കണ്ട കായലിന്റെയും കുളത്തിന്റെയും, കായംകുളം കുളത്തിന്റെയും ഒക്കെ മാട്ടയിരുന്ന് നമ്മുടെ കഞ്ചാവോ MDMA ഒക്കെ അടിക്കുന്നവരെ എന്താണ്? എക്സൈസിന് പിടിച്ചു കൊടുക്കും. ആ കാര്യത്തിൽ പുള്ളിയുടെ അടിക്ക് ഒരു സഹകരണത്തിന് പോയിട്ടും കാര്യമില്ല, പുള്ളി സഹകരിക്കത്തില്ല. പുള്ളിയുടെ അടിക്ക് ഒരു സഹകരണത്തിനും പോയിട്ട് കാര്യമില്ല, പുള്ളി സഹകരിക്കത്തില്ല അല്ലെ. എക്സൈസ് സഹകരണം. M ലിജു, ലിജുവിനെ എന്തായിട്ട് കണക്ട് ചെയ്തു? ബിജു ആയിട്ട് കണക്ട് ചെയ്തു. ഏത് ബിജു? ആക്ഷൻ ഹീറോ ബിജു. ലിജുവിന്റെ മണ്ഡലം ഏതാണ്? കായംകുളമാണ് ലിജുവിന്റെ മണ്ഡലം. എക്സൈസ് സഹകരണമാണ് വകുപ്പ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കുക. അടുത്തത് PK ബഷീറിലേക്കാണ് വരുന്നത്. ബഷീർ ഏറനാടാണ് മണ്ഡലം. ആരുടെ? PK ബഷീറിന്റെ മണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്? ഏറനാടാണ് ബഷീറിന്റെ മണ്ഡലം. പൊതുമരാമത്താണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ്. ബഷീർ കൈകാര്യം ചെയ്യുന്നത് ഏതാണ്? പൊതുമരാമത്താണ്. ഇത്രയുള്ളടാ. PK ബഷീർ, നമ്മുടെ ബഷീർ, സാഹിത്യകാരൻ ബഷീറിനെ തന്നെ നമുക്ക് എടുക്കാം. നമ്മുടെ ബഷീർ അല്ലെ. അപ്പൊ ബഷീർ നാടിനെ കുറിച്ചുള്ള രചനകളാണ് പുള്ളിയുടെ കയ്യിൽ കൂടുതൽ. അപ്പൊ ഏറനാട് കണക്ട് ചെയ്യാം. നാടിനെ കുറിച്ചുള്ള രചനകളാണ് പുള്ളിയുടെ കയ്യിൽ കൂടുതൽ. പുള്ളി പൊതുവായിട്ടുള്ള മരത്തിനെയും മാവിനെയും കാറ്റിനെയും പുഴകളെയൊക്കെ പറ്റിയല്ലേ കൃതികൾ എഴുതുന്നത്? അതെ, പൊതുമരാമത്ത് കണക്ട് ചെയ്യാം. പൊതുവായിട്ടുള്ള മരം, മാവ്, അതുപോലെ തന്നെ എന്താണ്? പൊത്ത്, അതുപോലെ തന്നെ കാവ്, ഇതൊക്കെ പറ്റിയൊക്കെയാണ്. അതുപോലെ തന്നെ തണല്,
കായൽ, അതുപോലെ തന്നെ നാട്ടിലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ എഴുതുന്നത്. പൊതുമരാമത്ത് ഓർത്തു വെക്കാലോ, പൊതുവായിട്ടുള്ള മരവും അതുപോലെ തന്നെ മാവും തണലും അതുപോലെ തന്നെ കുളവും പുഴയും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ രചനകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ബഷീർ, ഏറനാട്, പൊതുമരാമത്ത് ഓർത്തു വെക്കാലോ, ഓർത്തു വെക്കണം, PK ബഷീർ കേട്ടോ. അടുത്തത് നമ്മൾ വരുന്നത് അനൂപ് ജേക്കബിലേക്കാണ്. പിറവമാണ് മണ്ഡലം എന്ന് പറയുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈയും ഉപഭോക്തൃകാര്യവുമാണ് അല്ലെ. ഭക്ഷ്യ സിവിൽ സപ്ലൈ ഉപഭോക്തൃകാര്യമാണ് അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്നത്. പിറവമാണ്. അപ്പൊ പിറന്നാളിന് ഒരു കപ്പ് ഭക്ഷണ പദാർത്ഥം സപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് സന്തോഷമാവത്തില്ലേ? അതെ, പിറന്നാളിന് ഒരു കപ്പ് ഭക്ഷണ സാധനങ്ങൾ സപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് എന്താവും? സന്തോഷമാകും അല്ലെ. അത് മേടിക്കുന്ന ഉപഭോക്താക്കൾക്ക് സന്തോഷമാകും. അപ്പൊ ജേക്കബ്, കപ്പ്, പിറന്നാൾ, പിറവം, ഭക്ഷ്യസാധനങ്ങൾ സപ്ലൈ ചെയ്യുക. അപ്പൊ ഭക്ഷണം സപ്ലൈ, സിവിൽ സപ്ലൈ ഓർത്തു വെക്കുക. ഉപഭോക്തൃകാര്യവും ആര് കൈകാര്യം ചെയ്യുന്നതാണ്? അനൂപ് ജേക്കബ് കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ ജേക്കബ് കപ്പിലല്ലേ ഭക്ഷണം കൊടുക്കുന്നത്? പിറന്നാളിന് നമ്മൾ മെയിൻ ആയിട്ട് പായസമൊക്കെ വെച്ചാണല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഒരു കപ്പിലായിരിക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അത് സപ്ലൈ ചെയ്താൽ ഇത് കിട്ടുന്ന ഉപഭോക്താക്കൾക്ക് അത് ഭയങ്കര സന്തോഷമായിരിക്കും. ഭക്ഷ്യ സിവിൽ സപ്ലൈ, ഉപഭോക്തൃകാര്യം, പിറവം അനൂപ് ജേക്കബാണ്. അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ ചവറയാണ് വനസംരക്ഷണം നൈപുണ്യ വികസനം. ഇത് ഞാൻ നിങ്ങൾക്ക് വിടുന്നു. ഇതിന്റെ കോഡ്, മനോഹരമായിട്ടുള്ള കോഡുകൾ കമന്റ് ബോക്സിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് ഇതിന് നിങ്ങൾ കോഡ് സെറ്റാക്കി കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇത് നിങ്ങൾക്കുള്ള ഇത്രയും കോഡുകൾ ഞാൻ തന്നു. ഇത് നിങ്ങൾക്കുള്ള അവസരമാണ്. നല്ല നല്ല കോഡുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഷിബു ബേബി ജോൺ ചവറയാണ് വനസംരക്ഷണം നൈപുണ്യ വികസനമാണ്. ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് ചവറയാണ് മണ്ഡലം. നല്ല നല്ല കോഡുകൾ വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. തീർന്നിട്ടില്ല, കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പഠിക്കണം. സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ഷാനിമോൾ ഒസ്മാൻ ആണ്. ഷാനിമോൾ ഒസ്മാൻ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത്. പ്രോട്ടോ സ്പീക്കർ G സുധാകരൻ ആണ് കേട്ടോ. G സുധാകരനാണ് നമ്മുടെ പ്രോട്ടോ സ്പീക്കർ എന്ന് പറയുന്നത്. രണ്ട് നിയമനങ്ങൾ കൂടി അഡ്വക്കേറ്റ് ജനറലും ഉണ്ട്, DGP ഉണ്ട് അല്ലെ. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. ഇത് കേന്ദ്രത്തിലേക്ക് പോയാൽ ആരാണ്? അറ്റോർണി ജനറൽ ആകും അല്ലെ. അറ്റോർണി ജനറൽ ആണ് ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ കുറുപ്പാണെങ്കിൽ പുതിയ ആള് വന്നിരിക്കുകയാണ്. പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ജാജു ബാബു ആണ്. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു ആണ് പുതിയ അഡ്വക്കേറ്റ് ജനറൽ, നമ്മുടെ കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരാണ്? T ആസഫ് അലി ആണ്. അപ്പൊ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരാണ്? അത് T ആസഫ് അലി ആണെന്ന് കൂടി പഠിച്ചു വെച്ചേക്കണം. അപ്പൊ പുതിയ AGയും വന്നു, പുതിയ DGPയും വന്നു, അഡ്വക്കേറ്റ് ജനറലും വന്നു, അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും വന്നു. പുതിയ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ജാജു ബാബു ആണ്. പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരാണ്? അത് T ആസഫ് അലി ആണ് എന്നും ഓർത്തു വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മുഖ്യമന്ത്രി ആരാണ്? അത് നമ്മുടെ VD സതീശനാണ്. പിണറായി വിജയൻ ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് അല്ലെ. 16ാം നിയമസഭ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ VD സതീശനും. ഈ വർഷത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയനുമാണ് എന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് വലിയൊരു കടമ്പ ഇവിടെ തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ട് പഠിക്കുക. ഇതായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദ്യമായിട്ട് വരുന്നത്. ഇനി മന്ത്രിസഭയും വകുപ്പുകളും ചോദിച്ചാൽ ഇനി ഒരു 5 വർഷത്തേക്ക് സെറ്റാക്കി വെക്കാനുള്ള സാധനമാണ്. ഇനി ഒരു 5 വർഷത്തേക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചേഞ്ചുകൾ പോകെ വന്നാൽ നമുക്ക് പഠിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് ഇത് തന്നെയാണ് ഇനി ക്വസ്റ്റ്യനിൽ നമ്മുടെ ഇടം പിടിക്കാൻ പോകുന്നത്, നമ്മൾ പഠിച്ചു വെക്കാനുള്ളത്. അപ്പൊ പഠിച്ചു വെക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കോഡുകളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കോഡുകളൊക്കെ സെറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ കോഡുകളും എന്താണ് കമന്റ് ബോക്സിൽ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി ഹോട്ട് ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ.